പൊന്നാനി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KP നൌഷാദ് അലിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരുന്ന പൊതുയോഗം കുണ്ടുകടവ് ജംഗ്ഷനിൽ നടന്നു. യോഗത്തിൽ MP ശശി തരൂർ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. സ്ഥാനാർത്ഥി നൌഷാദ് അലിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. അദ്ദേഹത്തിന്റെ വിജയം നിങ്ങൾ എല്ലാവരും വിജയമായി മാറി വരും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ഒപ്പം ഒരു UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു മെച്ചപ്പെട്ട കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചുണ്ടാക്കും. ആ മെച്ചം കേരള, ആ ബെറ്റർ കേരള എന്തായിരിക്കും? നാളത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കേരളം, കേരളത്തിന്റെ യുവാക്കളുടെ ഭാവിയെ കുറിച്ച് സുരക്ഷിതമാക്കുന്ന ഒരു കേരളം. എല്ലാ വിധത്തിലും UDF നയിച്ചാൽ കേരളം ജയിക്കും. നിങ്ങൾ എല്ലാവരും വിജയം മാറി വരും. ഒരിക്കലും കൂടി ഞാൻ ഈ സമ്മേളനത്തിനെ വലിയ അഭിമാനത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വാർത്ത അറിയിക്കുന്നു. KP നൌഷാദ് അലിയെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താൽ പൊന്നാനിയിലെ ജനങ്ങൾക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ലെന്ന് VD സതീശൻ പറഞ്ഞു. എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടും പദ്ധതികളുമുള്ള മികച്ച സ്ഥാനാർത്ഥിയെയാണ് UDF മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ വിജയിപ്പിക്കണം, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. ഞാൻ എൻ്റെ പ്രിയങ്കരനായ അനുദിനാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഒരു MLA ആയിരിക്കും കിട്ടുന്നതെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. നിയോജക മണ്ഡലം UDF ചെയർമാൻ PP യൂസഫ് അലി അധ്യക്ഷനായി. യോഗത്തിൽ KP നൌഷാദ് അലി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ലഘുലേഖ VD സതീശൻ പ്രകാശനം ചെയ്തു. വിവിധ UDF നേതാക്കളും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടുത്തെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ വ്യവസായങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ഈ പൊന്നാനി തുറമുഖത്ത്, പൊന്നാനിയിലെ മത്സ്യബന്ധന മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ മത്സ്യബന്ധനം ഇപ്പോൾ നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ മത്സ്യം പിടിക്കുന്നു, അത് ലോറിയിൽ കയറ്റുന്നു, കുറേ ഐസ് ഇടുന്നു, ലോറി യാത്രയാവുന്നു. എവിടെയൊക്കെയോ ഉള്ള നാട്ടുകാരും മുതലാളിമാരും ഒക്കെ സമ്പന്നരാകുന്നു. പൊന്നാനിക്കാരെ പിറ്റേന്ന് വീണ്ടും മത്സ്യം പിടിക്കാൻ പോകുന്നു. ഇതാണ് അവസ്ഥ. അത് നമുക്ക് മാറ്റിയിട്ട് മത്സ്യബന്ധനം മാത്രമല്ല, അതിൻ്റെ സംഭരണം, വിപണനം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നം